മനുഷ്യരുടെ അടിസ്ഥാന ശത്രുവായ ശൈത്വാൻ പരമാവധി അവനെ പഴപ്പിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് തന്നെ അവനെ അകറ്റിക്കൊണ്ടുപോകുവാനും കാഫിറാക്കി മാറ്റുവാനുള്ള ശ്രമം അവൻ നടത്തിക്കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇന്നാ നജിദു ഫീ അൻഫുസിന മാ യതആലമു അഹദുനാ അൻ യതകല്ലമ ബി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളെ മനസ്സിൽ ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയാൻ പോലും ഞങ്ങൾക്ക് പ്രയാസമാണ്. അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത വിധം അത്ര ഗുരുതരമായ പല ചിന്തകളും ഞങ്ങളെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അവഖദ് വജത്തുമൂഹു. അതുപോലത്തെ ചിന്തകളൊക്കെ, അത്തരം ഗുരുതരമായ ചിന്തകളൊക്കെ നിങ്ങളെ മനസ്സിൽ വന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, നഅം, അതെ. നബി തങ്ങൾ പറഞ്ഞു, ദാക സ്വരീഹുൽ ഈമാൻ. അത് ശരിയായ ഈമാൻ്റെ ലക്ഷണമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അത് ശരിയായ ഈമാൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ, ഇത്തരം ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നമായി നിങ്ങൾക്ക് തോന്നിയതും എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പോലും പ്രയാസമായി മാറിയതുമൊക്കെ നിങ്ങൾക്ക് ശരിയായ ഈമാനുള്ളത് കൊണ്ടാണ്, അത് ഈമാൻ്റെ ലക്ഷണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഖാദി ഇയാദിനെ പോലത്തെ ചില പണ്ഡിതന്മാർ ഇതിനർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്, ശൈത്താൻ നിങ്ങളെ കാഫിറാക്കാൻ വേണ്ടി കിട്ടാതിരുന്നപ്പോൾ നിങ്ങളെ മനസ്സിൽ ഇതുപോലത്തെ ചിന്തകൾ ഇട്ടുകൊണ്ടിട്ട് അവൻ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈമാനുള്ളതിൻ്റെ തെളിവാണ്. നിങ്ങളെ കാഫിറാക്കി മാറ്റാൻ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ഹദീസിൻ്റെ താല്പര്യമെന്ന് വിവരിച്ച പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾക്ക് പോലും പൈശാചികമായ ദുർബോധനങ്ങൾ ഇതുപോലത്തത് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അത്തരം ചിന്തകൾ ഉണ്ടായേക്കാം. എന്നാൽ അത്തരം ചിന്തകൾ ഒരു മനുഷ്യന് വന്നു പോയാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു തിരുവചനത്തിലൂടെ ഈ കാര്യം പഠിപ്പിക്കുകയാണ്. യഅ്തി ശൈത്വാനു അഹദക്കും. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരടുത്തേക്കും ഷൈത്താൻ വരും. അവൻ വന്നിട്ട് അവൻ നിങ്ങളെ മനസ്സിലേക്ക് പല ചിന്തകളും ഉണ്ടാക്കിത്തരും. അവൻ ചോദിക്കും, മൻ ഖലഖ കദാ വ കദാ. ഇന്നാലിന്ന വസ്തുക്കളൊക്കെ ആരാണ് ഉണ്ടാക്കിയവൻ? ആരാണ് ആകാശമുണ്ടാക്കിയത്? ആരാണ് ഭൂമിയെ പടച്ചത്? സൂര്യചന്ദ്രന്മാരെ ആരാണ് പടച്ചത്? ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും, എൻ്റെ രക്ഷിതാവായ തമ്പുരാനാണ് ഇവയെല്ലാം പടച്ചതെന്ന് നിനക്ക് മറുപടി പറയാൻ പറ്റും. പിന്നീട് പക്ഷേ ശൈത്താൻ്റെ ചോദ്യമുണ്ടാകും, മൻ ഖലഖ റബ്ബക. ആരാ നിൻ്റെ രക്ഷിതാവിനെ പടച്ചത്? ഈ ചോദ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫൈദാ ബലഗ ദാലിക, അങ്ങോട്ട് ചിന്ത വന്നു പോയാൽ ഫൽയസ്തഇദ് ബില്ലാഹ്, പെട്ടെന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കാവലിനെ തേടി അള്ളാഹു തആലയോട് അഭയം തേടുക. എന്നിട്ട് പറയുന്നു, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വൽ യന്തഹി, അവൻ ആ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്യട്ടെ. ആ ചിന്തയിലേക്ക് മനസ്സ് കൊടുക്കരുത്, മറ്റു വല്ല കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുക. ഹദീസിൻ്റെ താല്പര്യം, ഇതുപോലത്തെ ആരാ രക്ഷിതാവിനെ പടച്ചത് പോലത്തെ ചിന്തകൾ മനസ്സിനകത്തേക്ക് ശൈത്താൻ ഇട്ട് തന്നാൽ അതിനെ മറുപടി കണ്ടെത്തുവാൻ വേണ്ടി, തെളിവുകൾ തേടുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി ശ്രമം നടത്താതെ മനസ്സിനെ അതിൽ നിന്ന് ഒഴിവാക്കുകയും വേറെ വല്ല വഴിക്കും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ ഈമാനെ കാക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റു ഹദീസിൽ കാണാം, ഫമൻ വജദ മിൻ ദാലിക ശൈഅ. ഇതുപോലത്തെ രക്ഷിതാവിനെ ആരുണ്ടാക്കി പോലത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലകത്തേക്ക് ആർക്കെങ്കിലും വന്നുപോയാൽ ഫല്യഖുൽ ആമന്തു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആ ചിന്തയെ മാറ്റി നിർത്തട്ടെ, ഒഴിവാക്കട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. അള്ളാഹു തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഇസ്ലാമിലേക്കുള്ള പ്രവേശം. അതിൽ നിന്ന് നമ്മെ താഴെ ഇറക്കുവാൻ വേണ്ടിയുള്ള കൗശലങ്ങളാണ്, കുതന്ത്രങ്ങളാണ് ശൈത്താൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. അതിലൊരിക്കലും വഴിപ്പെട്ടു പോവാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നത്. മനുഷ്യപ്പിശാചുക്കളും ഭൂതപ്പിശാചുക്കളുമെല്ലാം അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കൽ എക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
വർത്തമാനകാലത്തിലും ഭൗതികവാദികളും നിരീശ്വരവാദികളും മുഅ്മിനീങ്ങളെ ഈമാനെ ചോർത്തുവാൻ വേണ്ടി പല സംശയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും മുഅ്മിനീങ്ങളെ ഹൃദയത്തിലേക്ക് അതെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകുമെന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കാനേ പോവാതെ മനസ്സിന് അതിൽ നിന്ന് അകറ്റി നിൽക്കണം. ഇതാണ് അതിൻ്റെ പ്രതിവിധി. അല്ലാത്ത പക്ഷം നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. ഒരാൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അതിൻ്റെ നഷ്ടം അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. കാലാകാലത്തേക്കും നരകാഗ്നിയിൽ കടന്ന് നരകിക്കേണ്ട അവസ്ഥയായിരിക്കും അത്തരം ആളുകൾക്ക് വരിക. അതുകൊണ്ട് അല്ലാഹു തആല മഹാഭാഗ്യമായി നമുക്ക് നൽകിയ ഈ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തുകയും അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുശക്തികളെയും തിരിച്ചറിയുകയും ചെയ്യണം. ഇതാണ് ഈ അധ്യാപനത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു തആല അവൻ നൽകിയ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ നിലനിൽക്കാനും അങ്ങനെ തന്നെ മുഅ്മിനായി മരിക്കുവാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.